ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? മനസ്സും ശരീരവും ആത്മാവും ഇവിടെ ഉണ്ടോ? വിശക്കണുണ്ടോ? വിശക്കണുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരനെ കൈ പൊന്തിച്ചേ. കുട്ടികളെല്ലാവരും പൊന്തിച്ചു. നിഷ്കളങ്കര. അവർക്ക് വിശക്കുമ്പോൾ അവർ പൊന്തിച്ചു. ശരിക്കും വിശന്നിട്ട് കൈ പൊന്തിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല. എല്ലാവരും റെഡിയാണ്. നിങ്ങളുടെ കംപ്ലീറ്റ് ആൾക്കാരുടെ ഒരു പവർ ഞാനൊന്ന് നോക്കട്ടെ. സ്വീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയുടെ മുഴുവൻ ദ ഫീമെയിൽ വാരിയേഴ്സ് അല്ലെ, യു ആർ ഓൾ ദ ഫീമെയിൽ വാരിയേഴ്സ്. ഞാൻ എപ്പോഴും ഒരു സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് മിക്കവാറും കമ്പനീസിൽ പറയാറുണ്ട്. ഒരുപാട് കമ്പനീസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ അപ്രോക്സിമേറ്റ്ലി 760 കമ്പനീസിന്റെ ട്രെയിനർ ആൻഡ് കൺസൾട്ടന്റ് ആണ്. നിങ്ങളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി കമ്പനി ലുലു ഗ്രൂപ്പ്, മലബാർ ഗോൾഡ്, ജോ ആലുക്കാസ്, ഭീമ ജ്വല്ലറി, അജ്മൽ ബിസ്മി, മൈജി ഗ്രൂപ്പ്, കള്ളിയത്ത് TMT, ഭാരതി TMT, ഫിലുഗഡോൺ, മെജോറിറ്റി കമ്പനീസിൽ ട്രെയിനർ ആൻഡ് കൺസൾട്ടന്റ് ആണ്. അതും കംപ്ലീറ്റ്ലി ഇൻ ടു ദ സെയിൽസ്. ഐ കെയിം ഫ്രം ദ സെയിൽസ്. ഞാൻ എൻ്റെ MBA പഠനം 20 വർഷം മുമ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. MBA. ആ MBA പഠനം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ജോബ് സൗദി അറേബ്യയിലായിരുന്നു. ഫസ്റ്റ് ജോബ്. അപ്പൊ എൻ്റെ ചിന്താഗതി MBA കഴിഞ്ഞാൽ കറങ്ങുന്ന കസേര, അടിക്കുന്ന മണി, ഭയങ്കര മാനേജർ. പക്ഷേ MBA കഴിഞ്ഞ് മാനേജർ ആവാൻ മിനിമം ഒരു 10 വർഷം പിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ MBA കഴിഞ്ഞ് ആദ്യത്തെ എൻ്റെ കാല് വെച്ചത് സൗദി അറേബ്യയിലായിരുന്നു. ഇന്ന് കാണുന്ന ഇൻസ്റ്റഗ്രാം ഇല്ല, ഇന്ന് കാണുന്ന വാട്സപ്പ് ഇല്ല, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഫേസ്ബുക്ക് ഇല്ല, ഇന്ന് കാണുന്ന യൂട്യൂബ് ഇല്ല. അങ്ങനെ യാതൊരു രീതിയിലുള്ള സോഷ്യൽ മീഡിയാസ് അതില്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു സൗദി അറേബ്യയിലേക്ക് പോയത്. ആ സൗദി അറേബ്യയിൽ പോയ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. 19 വർഷം മുമ്പുള്ള സൗദി ഇന്നത്തെ സൗദിയായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അന്നെൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പനിയിലും കയറി ഇറങ്ങി നടക്കണം. സെയിൽസ്. മിക്കവാറും ആൾക്കാരുടെ ഒരു ചിന്തയാണ് സെയിൽസ് എന്ന് പറയുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. ശരിയാണ്, പണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അന്ന് ടെലിഫോൺ ഡയറക്ടറി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ടെലിഫോൺ ഡയറക്ടറി. ആ ടെലിഫോൺ ഡയറക്ടറിയിൽ അഡ്വർടൈസ്മെന്റ് പിടിക്കലായിരുന്നു ആദ്യത്തെ ജോലി. അപ്പൊ പല കമ്പനിയിലും കയറി പോയി കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്നെല്ലാം റിജക്ട് ചെയ്യും. ഹിന്ദി അപ്പോയിന്റ്മെന്റ് റോ റിജക്ഷൻ. മിക്കവാറും കമ്പനിയിൽ നിന്ന് റിജക്ഷൻ ആയിരുന്നു. അങ്ങനെ പല കമ്പനിയിൽ നിന്നും റിജക്ഷൻ കിട്ടി. അന്ന് പഠിക്കാൻ 1,36,000 രൂപ SBT ഇന്നില്ല. ആ SBT 1,36,000 രൂപ ലോൺ എടുത്തിട്ടാണ് MBA പഠിച്ചത്. 10ാം ക്ലാസ് വരെ മാത്രമേ അച്ഛന്റെ പൈസ കിട്ടിയിട്ടുള്ളൂ. കാരണം അന്ന് അച്ഛന് 3 മക്കളെയും നോക്കണം. അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചത് കൊണ്ട് അച്ഛന്റെ പെങ്ങളുടെ 3 മക്കളെയും നോക്കണം. 6 മക്കളെ നോക്കണം. ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ അങ്ങനെ SBT ലോൺ എടുത്ത് 1,36,000 രൂപ ലോൺ എടുത്ത് പഠിച്ചത് കൊണ്ട് ഇത് ലോൺ തിരിച്ചടക്കണം. അപ്പൊ അങ്ങനെ സൗദി അറേബ്യയിൽ പല കമ്പനികളിലും നേരിട്ട് പോയി കയറി ഇറങ്ങി. 10 കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കമ്പനിന്ന് ചോദിക്കും ഇരിക്കൂ. ബാക്കിയുള്ള കമ്പനി ചോദിക്കില്ല. കാരണം എന്തുകൊണ്ടാ? അപ്പോയിന്റ്മെന്റ് എടുക്കണം. അല്ലാതെ സൗദി അറേബ്യയിൽ ഒരു കാരണവശാലും ഒരു കമ്പനിയിൽ കയറി പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പല കമ്പനികളിലും പോയി കയറി ഇറങ്ങി. എനിക്ക് ആദ്യത്തെ സെയില് കിട്ടുന്നത് ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സൗദി അറേബ്യ. ഞാൻ അവിടെ പോയി ഇരുന്ന സമയത്ത് ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത സമയത്ത് അവിടെ വലിയൊരു സെലിബ്രേഷൻ നടക്കുകയാണ്. ആ സെലിബ്രേഷനിൽ ശരിക്കും എന്താണ് സെലിബ്രേഷൻ? നമ്മൾ പൊതുവെ സെയിൽസ് ചെയ്ത് പൈസ കിട്ടുമ്പോഴല്ലേ നമുക്ക് ആഹ്ലാദം, അല്ലേ? ആണോ അല്ലേ? നമുക്ക് പൈസ കിട്ടുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ട് അത് നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കണ്ട് എൻക്വയറി, ഇതിന് എത്രയാ പൈസ എന്ന് ചോദിക്കുമ്പോൾ ലഡുപൊട്ടുവോ? പൊട്ടുവോ ഇല്ലേ? പൊട്ടും എന്ന് പറഞ്ഞ ആൾക്കാർ കൈ ബന്ധിച്ച ലഡുപൊട്ടും. സെയിൽസുകാർക്ക് അതിന്റെ ആ യഥാർത്ഥ പെയിൻ അറിയാം.
അപ്പൊ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ട് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ലഡുപൊട്ടലാണ് ഇതിന് എത്രയാ കോഴ്സിന് പൈസ. റെസിൻ ഓർ ചുരിദാർ ഓർ സ്റ്റിച്ചിങ് ഓർ കേക്ക് ബേക്കിംഗ്, ഇങ്ങനെയുള്ള പല കോഴ്സുകളും 70 പരം കോഴ്സുകളുള്ള സ്വീസിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിന്റെ പോസ്റ്ററോ കെറോസലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫ്ലയറോ നമ്മളുടെ സ്റ്റാറ്റസിലിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു എൻക്വയറി വളരെ വളരെ ആഹ്ലാദം തരുന്നതാണ്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണ്. നമ്മുടെ കമ്പനിയിൽ കേക്ക് മുറിക്കുന്നത് സെയിൽ കിട്ടിയിട്ടല്ല, അപ്പോയിന്റ്മെന്റ് സെല്ലിംഗ്. ഒരു എണ്ണം പറഞ്ഞ കമ്പനിയുടെ ജനറൽ മാനേജറോ ഒരു നല്ല കമ്പനിയുടെ സിഇഒ ഒരു നല്ല കമ്പനിയുടെ മാനേജർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കലാണ് ആദ്യത്തെ സെയില്. അപ്പൊ അവിടെ കച്ചവടം നടന്നിട്ടില്ല, അവിടെ വരുമാനം വന്നിട്ടില്ല. അപ്പൊ ഒരു കമ്പനിയിൽ പോയിട്ട് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ്. അങ്ങനെ എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. സൗദി അറേബ്യയിൽ ജുബൈലിൽ വെച്ചൊരു അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെ അപ്പോയിന്റ്മെന്റ് നേടിത്തന്നത് വടകരയുള്ള ഒരു HR മാനേജർ, അദ്ദേഹത്തിന്റെ പേര് രവി എന്നായിരുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ അപ്പോയിന്റ്മെന്റ് തന്നു. ഞാൻ 10 മണിക്ക് അവിടെ എത്തി. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ധാരണയില്ലായിരുന്നു. കാരണം അവിടെ ഇരുന്നിട്ട് 1100 നോക്കിയുടെ മൊബൈലില് ആ പാമ്പിന്റെ കളിയുണ്ടല്ലോ, അറിയോ, പാമ്പ്, അത് കളിച്ചിരിക്കുകയായിരുന്നു. കാരണം അത്ര സീരിയസ് അല്ല, സെയിൽസ് ഇത്ര സീരിയസ് ആണോ എന്നറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10 മണി കഴിഞ്ഞ് 10:05 സമയത്ത് ഈ രവി സാർ വിളിച്ചിട്ട് പറഞ്ഞു, ആർ യു എ സ്റ്റുപ്പിഡ്? താങ്കൾക്ക് 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ട് താങ്കൾ 10:05 ഈ സോഫയിൽ ഇരിക്കുകയാണോ? മുദീർ ഓൾറെഡി ഉള്ളിൽ പോയി, ഓണർ ഓൾറെഡി ഉള്ളിൽ പോയി, താങ്കൾക്ക് വല്ല വിവരമുണ്ടോ? സോറി സർ, സോറി, എക്സ്ട്രീംലി സോറി. അപ്പോയിന്റ്മെന്റ് പോയിക്കോ. ജപ്പാൻ കമ്പനിയിൽ 1 മിനിറ്റ് വൈകിയാൽ പിന്നെ കാണാൻ പറ്റില്ല. ഇന്നും എനിക്ക് 2 മിനിറ്റ് വൈകിയത് കൊണ്ട് എനിക്ക് ഞാൻ ബഹ്റൈനിലായിരുന്നു 12 വർഷം. അവിടെ ഒരു ജപ്പാൻ കമ്പനിയിൽ 2 മിനിറ്റ് വൈകിയത് കൊണ്ട് ഇന്നും എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. കാരണം ടൈം ഈസ് കറൻസി, ടൈം ഈസ് മണി. എന്താണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക്ച്വാലിറ്റി. നിങ്ങളൊരു സമയം കൊടുത്ത ആ സമയത്ത് നിങ്ങൾ എത്തിച്ചേരാൻ സാധിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് പൈസ ഒഴുകി വരും. കാരണം പങ്ക്ച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അങ്ങനെ ഞാൻ ഏകദേശം ഒരു 10:05 ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു അറബിയാണ്, ട്രഡീഷണൽ അറബി, സൗദിയിലുള്ള ട്രഡീഷണൽ അറബിയാണ്. ഒരു 75 വയസ്സുള്ള അറബിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയൊരു ഓഫീസാണ്. അപ്പൊ അദ്ദേഹം കയറി വരുന്ന സമയത്ത് ഇവിടെ കജൂർ, അണ്ടിപ്പരിപ്പ്, അത് ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്, സുലൈമാനി ഒക്കെ ഉണ്ട്. നല്ലൊരു അറബി, നല്ല അടിപൊളി 75 വയസ്സിൽ അദ്ദേഹത്തിനെ കാണാൻ നല്ല ലുക്കാ. അപ്പൊ ഞാൻ കയറി വരെ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്ന് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഐ എം ഷൈജു കമ്മിങ് ഫ്രം ഹെഡ്ലൈൻസ് അഡ്വർടൈസിംഗ് കമ്പനി. ഓ, ഇംഗ്ലീഷ് മാഫി മാലൂം, ഹിന്ദി മാലൂം. എനിക്ക് ഹിന്ദി അറിയില്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയില്ല. എങ്ങനെ സെയിൽസ് ചെയ്യും, എങ്ങനെ കച്ചവടം ചെയ്യും, എങ്ങനെ സെയിൽസ് ചെയ്യും? ഇത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. അപ്പൊ അവിടെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നുമില്ല. എപ്പോഴും നമ്മൾ സെയിൽസിൽ പഠിപ്പിക്കുന്ന ബാലപാഠമാണ്, പ്രൊഡക്റ്റ് എടുത്ത് കസ്റ്റമറുടെ മുമ്പിൽ വെക്കാൻ പാടില്ല, സർവീസ് എടുത്തിട്ട് കസ്റ്റമറുടെ മുമ്പിൽ ആദ്യം വെക്കാൻ പാടില്ല. കാരണം കസ്റ്റമറുടെ കണ്ണ് അതിലേക്ക് ഉടക്കിയാൽ നിങ്ങളുടെ മുഖത്തേക്കോ നിങ്ങളുടെ കണ്ണിലേക്കോ നിങ്ങളുടെ മുഴുവൻ നിങ്ങൾക്ക് അറ്റൻഷൻ പിന്നെ കസ്റ്റമർ തരില്ല. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? നേരെ പ്രൊഡക്റ്റ് എടുത്ത് പുറത്തു വെച്ചു, കാൽക്കുലേറ്റർ എടുത്ത് പുറത്തു വെച്ചു. ഞാൻ എന്നിട്ട് 13,000 റിയാൽ ഫുൾ പേജ്, 4,500 റിയാൽ സ്ട്രിപ്പ് അഡ്വർടൈസ്മെന്റ്, ഓൾ GCC. അപ്പൊ ഞാനിങ്ങനെ വട്ടുവിട്ടിട്ട് പറഞ്ഞു, ഓൾ GCC 13,000 റിയാൽ ഫുൾ പേജ് ഫ്രണ്ട്. ഓ, ഖത്തർ. അപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം സെയിൽസ് ഈസ് എ സിറ്റുവേഷണൽ ഗെയിം. നമ്മൾ എത്ര പഠിച്ചാലും നമ്മളെ മുമ്പിലുള്ളൊരു കസ്റ്റമർ, നമ്മൾക്ക് കോൾ വരുന്നൊരു കസ്റ്റമർ, അല്ല നമ്മളെ മുമ്പിലുള്ളൊരു സ്റ്റുഡന്റ് ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി അവരുടെ ഇൻട്രസ്റ്റിൽ അവർ എൻക്വയറി പ്ലേസ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ കൃത്യതയോടുകൂടി ഇൻഫർമേഷൻ കൊടുത്ത് അവന് കൺവിക്ഷൻ, അവന് ട്രസ്റ്റ്, അവന് വിശ്വാസത ഉണ്ടാക്കുമ്പോഴാണ് സെയിൽസ് പിറക്കുന്നത്. അതുമാത്രമല്ല, സെയിൽസ് ജനിക്കുന്നത് ഒരു സ്റ്റുഡന്റ് വേണ്ട, പൈസ കൂടുതലാണ്, ഇപ്പം അടക്കാൻ പൈസയില്ല, പിന്നീട് നോക്കാം, ആലോചിച്ചിട്ട് പറയാം, വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു തരൂ, ഭർത്താവിനോട് ചോദിക്കട്ടെ, ഭാര്യയോട് ചോദിക്കട്ടെ, ഞാൻ പിന്നീട് നോക്കാം, പൈസ കുറച്ചു തരുമോ, ഒരു 200 രൂപയെങ്കിലും കുറക്കൂ എന്ന് പറയുന്നിടത്താണ് സെയിൽസ്. ഒരാൾ നോ,
എന്ന് എവിടെ പറയുന്നു അവിടെയാണ് സെയിൽസ്. എവിടെയാണ് നോ പറയണത് അവിടെയാണ് സെയിൽസ്. നോ ഇല്ലാതെ സെയിൽസ് ഇല്ല. ബാക്കി ഏത് ജോബ് നോക്കിക്കഴിഞ്ഞാലും നോ എന്ന് പറയണ, അല്ലെ ഏറ്റവും കൂടുതൽ റിജക്ഷൻ കിട്ടുന്ന, ഏറ്റവും കൂടുതൽ എതിർപ്പ് കിട്ടുന്ന, എതിർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവര് ചിന്തിക്കുന്ന തലത്തിൽ നിങ്ങളിൽ നിന്നും എന്തോ കിട്ടിയിട്ടില്ല. അത് ചിലപ്പോൾ നിങ്ങളുമായുള്ള ബന്ധമായിരിക്കാം, നിങ്ങളുമായുള്ള വിശ്വാസമായിരിക്കാം, നിങ്ങളെ കോഴ്സിന്റെ നോളജ് ആയിരിക്കാം, ഈ കോഴ്സ് പഠിച്ച് ആർക്കൊക്കെ ജോലി കിട്ടി, എന്ത് കിട്ടി എന്ന കൺഫ്യൂഷൻ ആയിരിക്കാം. അപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സെയിൽ സംഭവിക്കുന്നത്, ഞാൻ സംസാരിച്ചിട്ടില്ല, നല്ലപോലെ ചിരിച്ചു. നമ്പർ 1, നല്ലപോലെ ചിരിച്ചു, നല്ലപോലെ ആ ബുക്ക് കാണിച്ചു കൊടുത്തു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് GCC ഇട്ടു, നല്ലപോലെ സ്മൈല് കൊടുത്തു. ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു, ഗോ 4200 റിയാലിന്റെ ആദ്യത്തെ കച്ചവടം. ഫസ്റ്റ്, ദ മോസ്റ്റ്, ദ ഇമ്പോർട്ടന്റ്, ദാറ്റ് ഈസ് ഇൻ 4200 റിയാൽ. അന്ന് സൗദി അറേബ്യയിൽ വഴിയോരങ്ങൾ ഇരുന്ന് കരഞ്ഞു. കുബൂസും പരിപ്പും തൈരും മാത്രം കൂട്ടി, യോഗട്ടും മാത്രം കൂട്ടി ഭക്ഷണം കഴിച്ച് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ട് സെയിൽ ചെയ്ത് വന്ന് ഉരുകി മനക്കെട്ടി സംഭവിച്ച് എന്റെ ബ്രെയിന് മസില് സംഭവിച്ചിട്ടാണ് ഞാൻ ഇന്ന് ട്രെയിനറായി വന്നിരിക്കുന്നത്. അല്ലാണ്ട് കോട്ടിട്ട് വന്നതല്ല. ഞാൻ നേരെ കോട്ടിട്ടിട്ട് വന്നിട്ട് ട്രെയിനർ അല്ല. 20 വർഷത്തെ കത്തിക്കലാണ്. 20 വർഷം. ആ 20 വർഷത്തിൽ നിരന്തരമായ റിജക്ഷൻ. പല കസ്റ്റമേഴ്സ് വേണ്ട എന്ന് പറയുന്നിടത്ത് ആ കസ്റ്റമറുടെ പേര് എഴുതി വെച്ചു, ആ കസ്റ്റമറുടെ നമ്പർ എഴുതി വെച്ചു. അവർക്കിടയ്ക്കിടയ്ക്ക് എനിക്കൊരു അറബി ഉണ്ടായിരുന്നു. അറബി എന്ന് വിളിച്ചാലും പറയും, ബുഖ്മാഫി, ഓ മുഷ്കിൽ, ഡോണ്ട് കോൾ, ഡോണ്ട് കോൾ, ഡോണ്ട് കോൾ. എന്നെ ചീത്ത പറയുന്ന അറബിയാണ്. എല്ലാ തിങ്കളാഴ്ച ഈ അറബിനെ വിളിക്കും ഞാൻ, എല്ലാ തിങ്കളാഴ്ചയും. കാരണം തിങ്കളാഴ്ച ഇദ്ദേഹത്തിന്റെ തെറി കിട്ടിയിട്ട് വേണം എനിക്ക് എന്ത് തുടങ്ങാൻ, സെയിൽ തുടങ്ങാൻ. കാരണം സെയിൽ ഒരു റിജക്ഷൻ ഗെയിമാണ്. Sales is an objection game, but sales is a beautiful job. Try to understand. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് അടുത്ത മാസം എനിക്കൊരു ട്രിപ്പ് പോകണം, അടുത്ത മാസം എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, അടുത്ത മാസം എൻ്റെ അച്ഛന് ഒരു വടിക്കോൾ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കണം, എൻ്റെ ഉമ്മക്ക് ഒരു ചൂരിദാർ വാങ്ങിച്ചു കൊടുക്കണം, ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണം, അടുത്ത മാസം എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് എന്നൊരു സിറ്റുവേഷൻ വരുമ്പോ അടുത്ത മാസം വേണ്ട പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ മാസം വളരെ കഠിനമായി വർക്ക് ചെയ്താൽ യു ക്യാൻ മേക്ക് റവന്യൂ. ദാറ്റ് ഈസ് ഓൺലി ഇൻ സെയിൽസ്, നൺ അതർ ദാൻ എനി അതർ ജോബ് ഇൻ ദ വേൾഡ്. 90% ഈ ലോകത്ത് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നതും ഇൻസെന്റീവ് വാങ്ങിക്കുന്നതും കമ്മീഷൻ വാങ്ങിക്കുന്നതും പേർക്സ് വാങ്ങിക്കുന്നതും 20-ാം തീയതി വരെ ജോലിയെടുത്ത് 10 ദിവസം നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ഈ ലോകം കറങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഒരേ ഒരു ജോലി എന്താണ്? സെയിൽസ് ആണ്. സെയിൽസ് ആണ്. പക്ഷെ മിക്കവാറും ആൾക്കാർക്ക് എന്താണ്? സെയിൽസ് ഈസ് ആൻ ആക്സിഡന്റൽ ജോബ്. ഒരു പണിയും കിട്ടാത്തത് കൊണ്ട് നമ്മൾ വന്നു. അങ്ങനെയല്ല. സെയിൽസ് ഒരു കാരണവശാലും ആക്സിഡന്റൽ ജോബ് അല്ല. നമ്മൾ പഠിച്ചാൽ, നമ്മൾ അറിഞ്ഞാൽ, നമുക്ക് കൃത്യതയോടുകൂടി പെരുമാറിയാൽ സെയിൽസ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ജോബ്. യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് റവന്യൂ. ഞാൻ ഈ സ്വീസ് എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനിയിൽ കണ്ടിരിക്കുന്ന ഹൈ പൊട്ടൻഷ്യൽ, ഐ എം റിയലി അഡ്മയർഡ്, ഐ ആം റിയലി ഡിലൈറ്റഡ് ടു ബി ഹിയർ ടുഡേ. കാരണം സ്ത്രീ ശാക്തീകരണം നമ്പർ 1. നമ്പർ 2, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. If you look at Montessori എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രാക്ടിക്കൽ പ്രാഗ്മാറ്റിക്കൽ ലേണിംഗ് ഫോർ ദ സ്റ്റുഡൻസ്. ഇന്ന് തിയറിറ്റിക്കൽ ലേണിംഗ് ആണ്, എല്ലാ സ്ഥലത്തും തിയറിറ്റിക്കൽ ലേണിംഗ് ആണ്. ഈ തിയറിറ്റിക്കൽ ലേണിംഗ് അല്ലാതെ ആ സ്റ്റുഡന്റിന്റെ ക്രിയേറ്റീവ് തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ലൈഫ് സ്കിൽ ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്പർ 1 കോഴ്സ് ഈസ് കോൾഡ് Montessori. If you look at ജപ്പാനിലെ ABCD അല്ല പഠിപ്പിക്കുന്നത്. അവർ പഠിപ്പിക്കുന്ന ടോയ്ലറ്റ് കഴുകാൻ, എങ്ങനെ ബെഡ് മേക്ക് ചെയ്യണം, രാവിലെ എഴുന്നേറ്റിട്ട് ബെഡിലെ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ തലയണയോ കൃത്യമായിട്ട് വിരിക്കാതെ നടക്കുന്ന കുട്ടികളാണ് നമുക്കുള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു ദിവസത്തെ ജീവിതം? അത് നമ്മളുടെ ബെഡ് മേക്ക് ചെയ്യുന്നത് മുതൽ ടോയ്ലറ്റ് വാഷിംഗ്, അവിടെ സ്ത്രീകൾ മാത്രമല്ല വാഷ് ചെയ്യുക, ഹസ്ബൻഡ് വാഷ് ചെയ്യണം, കുട്ടി ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്യണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്നത് നമ്പർ 1 ലോകോത്തര പ്രൊഫഷൻ
ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നതും, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമാനം കണ്ടെത്തുന്നതും, ഏറ്റവും കൂടുതൽ ആൾക്കാർ അഡീഷണൽ ഇൻകം കണ്ടെത്തുന്നതും, ഏറ്റവും കൂടുതൽ ആൾക്കാർ റിച്ച്. ഞാൻ നമ്മുടെ യൂസഫ് അലി സാറുമായിട്ട് സംസാരിക്കും, മലബാർ ഗോൾഡിന്റെ അഹമ്മദ് സാറായിട്ട് സംസാരിക്കും. ഒരു 1 full day ഐ വാസ് ഇൻ മൈജിയുടെ ഷാജി സാറിന്റെ കൂടെ ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2030 ഷൈജു ഞാൻ ജീവിക്കുന്നത്. 2030 5000 കോടിയാണ് ഫോക്കസ്. എത്രയാണ്? 5000 കോടി. എന്റെ കൂടെ നിൽക്കണം. കാരണം സെയിൽസ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. വിതൗട്ട് എ സെയിൽസ് there is no business. If you look at on HR അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, if you look at on മാർക്കറ്റിംഗ് വളരെ ഇനി HR-ഓ പ്രൊഡക്ഷനോ ഫിനാൻസോ ബാക്കി ഏത് ഡിപ്പാർട്ട്മെന്റും നിലനിൽക്കുന്നത് സെയിൽസ് ആണോ അല്ലേ? സെയിൽസ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? വരുമാനമില്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നിലനിൽപ്പുണ്ടോ? വരുമാനം വേണ്ടേ? നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പോയിട്ട് എന്താവണം? സെയിൽ ആവണം. നമ്മുടെ സ്വീസിന്റെ മുഴുവൻ പ്രൊഡക്ട്സും നമുക്ക് ഏകദേശം 70 കോഴ്സുകൾ, അതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് കോഴ്സുകൾ ഉണ്ട്. ഈ കോഴ്സുകൾ മുഴുവൻ നമ്മളുടെ മാർക്കറ്റിൽ വിറ്റുപോയി അതിലൂടെ റവന്യൂ എടുത്ത് അതിൻ്റെ ഒരു പ്രപ്പോർഷൻ എടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന പ്രൊമോട്ടേഴ്സ്, ഇവിടെ ഇരിക്കുന്ന കോർഡിനേറ്റേഴ്സ്, ഇവിടെ ഇരിക്കുന്ന ഹോം അക്കാഡമിക് ഹെഡ്സ്. ആണോ അല്ലേ? യെസ്. ഞാൻ നിങ്ങൾക്കൊരു ഒരു ഗെയിം, നമ്മുടെ ഗെയിം, നിങ്ങളുടെ പവർ ഒന്ന് നോക്കട്ടെ. പവർ റെഡി? യെസ്. ഞാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വെക്കണം. എ, look down, A. And the B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്. മുഴുവൻ ആൾക്കാരും അടിക്കണം, നല്ല പവറിൽ അടിക്കണം. റെഡി? നിങ്ങളുടെ സ്വീസിന്റെ പവർ ഞാൻ നോക്കട്ടെ. പല കമ്പനിയിലും കയറി ഇറങ്ങുമ്പോ അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ സെയിൽസ് ടീമിന്റെ പവർ ആ സിയിൽ കാണാൻ സാധിക്കും. ലെറ്റ്സ് ബിഗിൻ. റെഡി? എ ആൻഡ് ദ ബി, സി. പോരാ മക്കളെ, പോരാ. ഇതല്ല പവർ. നിങ്ങൾ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പവർഫുൾ പീപ്പിൾ. നിങ്ങൾക്ക് ചിലപ്പോൾ ആണുങ്ങളെ പോലെ ചിലപ്പം ഫിസിക്കൽ എബിലിറ്റി ഉണ്ടാവില്ല, പക്ഷെ മെന്റലി ഭയങ്കര ഷാർപ്പാണ് അല്ലേ? 10 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടീം അവിടെ ഇരിക്കണേ. കുട്ടീനെ എടുത്ത് ഇവിടെ വെക്കും, ദോശ ചുടും, ഭർത്താവിന്റെ ഡ്രസ്സ് എടുത്ത് വെക്കും. അപ്പൊ തന്നെ എന്റെ സോക്സ് എവിടെ എന്ന് ഭർത്താവ് ചോദിക്കും, പറയും ഇപ്പൊ വാ ഞാൻ ശരിയാക്കി തരാം. ഓർമ്മയുണ്ട്. മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. ആണോ അല്ലേ? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഈ ലോകത്തില്ല. ഒരു ഡിഫറൻസും ഇല്ല. മെയിൽ ആൻഡ് ഫീമെയിൽ, ദർ ഇസ് നോ ഡിഫറൻസ്. കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, തൊക്കുണ്ട്, ചെവിയുണ്ട്. പഞ്ചേന്ദ്രിയങ്ങള് ഭർത്താവിന് മാത്രമാണോ കൊടുത്തത്? ആണോ? ദൈവം മുഴുവൻ ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. ആണോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പ്രയത്നിച്ചാൽ, ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്വീസ്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി. പിന്നെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഒരു കമ്പനിയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മഷ്റൂം കമ്പനി, വി കോൾ മഷ്റൂം. എന്താ മഷ്റൂം കമ്പനി? ഒരു വർഷമല്ല, മേ ബി ഐ നീഡ് എ ലിറ്റിൽ വാട്ട്, മേ ബി ഒരു മാസം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു മാസം. ഈ ഒരു സോറി ചൂടുണ്ടോ? ഒരുപാട് ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് വോയിസ് പോവും. ഓക്കെ ആണോ? പെട്ടെന്ന് വോയിസ് പോവും. അത് ഒരുപാട് 78ാമത്തെ ദിവസം സംസാരിക്കണം. എത്രയാണ്? 78ാമത്തെ ദിവസം നിൽക്കാതെ ഇപ്പൊ ചൂടുവെള്ളം ഇടക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കണം. റെഡി? കണ്ണ് കണ്ടോ? ചൂടിറങ്ങിയിട്ടാ ഇങ്ങനെ സംസാരിച്ചിട്ട്. റെഡി? അപ്പോ ഒരു മാസം ഓർ 6 മാസം, അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു വർഷം, ഈ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അങ്ങനെ വന്നിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി മഷ്റൂം കമ്പനിയാണ്. വാട്ട് ഈസ് ദാറ്റ്? മഷ്റൂം.
അപ്പോൾ സ്വീസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം 10 വർഷം. ഈ 10 വർഷം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ഡ്യൂറേഷൻ. ആണോ അല്ലേ? 10 വർഷം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ഡ്യൂറേഷൻ. അപ്പൊ നമ്മൾ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ലെഗസി. എന്താ ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ചൂട് വേണം, പെട്ടെന്ന് അത് ചൂടില്ല, അതുകൊണ്ടാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ലെഗസി? ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാരമ്പര്യമാണ്. അപ്പൊ ഈ കമ്പനിയുടെ പാരമ്പര്യം 10 വർഷത്തെ പാരമ്പര്യം. അപ്പൊ ഈ 10 വർഷത്തെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഈ കമ്പനിക്ക് കൃത്യമായ വിഷൻ ഉണ്ടാവും, കൃത്യമായ വിഷൻ ഷട്ട് ചെയ്യണം. അതിനിടെ ഹോട്ട് വാട്ടർ ഇത് പെട്ടെന്ന് അടഞ്ഞു പോകും, അതുകൊണ്ടാണ്. ചൂടുവെള്ളം കുടിക്കട്ടെ, വോയിസ് ക്രാക്കായി, അതുകൊണ്ടാണ്. റെഡി? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ നമ്മൾ ഏതൊരു കമ്പനിയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര വർഷം ആ കമ്പനി മാർക്കറ്റിൽ നിന്നു, എത്ര വർഷം ആ കമ്പനി മാർക്കറ്റിനെ സർവ് ചെയ്തു, എത്ര കുട്ടികളെ വാർത്തെടുത്തു, എത്രത്തോളം റിസൾട്ട് കൊണ്ടുവന്നു, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അപ്പം നമ്മൾ പല കമ്പനികളും കാണാറുണ്ട്. ഞാൻ ഒരുപാട് കമ്പനി, ബൈജു കേട്ടിട്ടുണ്ടോ? ഞാനും ബൈജുവും 10 വർഷം മുമ്പ്, 10 years ബാക്ക്, ഞാനും ബൈജുവും ഒരേ സ്ഥലത്ത്, അതായത് ബഹ്റിനിൽ, അദ്ദേഹവും പ്രവീൺ മാഗ്ന, ഇങ്ങനെ 7 ആൾക്കാർ, 7 ആൾക്കാരുണ്ടായിരുന്നു. 7 ആൾക്കാരുമായിരുന്നു ആ കമ്പനിയുടെ ബിഗിനിങ്. പക്ഷേ ഈ 7 ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ കമ്പനി തുടങ്ങി. പക്ഷേ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം, അവരുടെ കോർഡിനേഷൻ, അവരുടെ പല രീതിയിലുമുള്ള ഇൻ ഹൗസ് ട്രബിൾ കൊണ്ട് ആ കമ്പനി ഇന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്റേണൽ കോർഡിനേഷൻ വളരെ മോശമായിരുന്നു. പക്ഷെ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം എന്ന് പറയുമ്പോൾ ഫ്രം ദ ബിഗിനിങ്, ഹലോ, ഒന്ന് പവർ കുറച്ച് സംസാരിക്കട്ടെ. ഇത് വോൾട്ടേജ് പോലെയാ, പെട്ടെന്ന് കയറും പെട്ടെന്ന് ഇറങ്ങും. അത് ഒരുപാട് സംസാരിക്കുമ്പോൾ വരുന്നൊരു ട്രബിളാണ്. കാരണം ചൂടും വലിയൊരു പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം, കുറേ സമയത്ത് വെള്ളം കുടിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ച എന്ന് പറയുന്നത് 1-2 വർഷം കൊണ്ടല്ല, ഒരുപാട് വർഷത്തെ എഫേർട്ടാണ്. അപ്പോൾ സീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്ട്രോങ് സ്ട്രക്ചർ ഉണ്ട്, അല്ലേ? നമുക്കൊരു കൃത്യമായ ഒരു അക്കാഡമിക് ടീമുണ്ട്. അതേസമയം തന്നെ നമുക്ക് ഹോം അക്കാഡമിക് ഹെഡ്സ് ഉണ്ട്, അല്ലേ? അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ഈ കമ്പനി മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പല കമ്പനിയും മാർക്കറ്റിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അല്ലെ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയേണ്ടത്. ഞാനൊരു ആക്ടിവിറ്റി തരട്ടെ. ചിലപ്പം വോയിസ് പെട്ടെന്ന് തിരിച്ചു വരും കേട്ടോ, സോറി. അപ്പോ ഞാനൊരു ബ്രെയിൻ ജിം തരാം. എന്താണ് ബ്രെയിൻ ജിം? റെഡിയാണോ? ഓൾ ഓഫ് യു റെഡി? ഓക്കെ. വലത് കൈ എടുക്കും, വലത് കൈ റെഡി. ഇങ്ങനെ പിടിക്കും, വലത് ഇങ്ങനെ പിടിക്കും. നല്ല ചൂട് വന്നു. ചൂടല്ല വേണ്ട, ചൂട് വർക്കാവില്ല. ഇടത് കൈ ഇങ്ങനെ പിടിക്കും,
ലെഫ്റ്റ് ഹാൻഡ്. വലത് കൈ ഇടത് കൈ. റെഡി? വലത് കൈ കറക്കൂ, വലത് കൈ കറക്കൂ. ഇടത് കൈ അപ്പ് ആൻഡ് ഡൗൺ. ഇത് കറങ്ങണം, കൃത്യമായിട്ട് കറങ്ങണം. സ്പീഡ്. ലെറ്റ്സ് ഗോ മോർ സ്പീഡ്. ഇനി ഇടത് കൈ, ഇടത് കൈ കറക്കാൻ പറ്റുന്നുണ്ടോ? 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 I will give you one thing. വലത് കൈയിൽ ഇങ്ങനെ പിടിക്കൂ, വലത് കൈ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ യു ആർ എ മാസ്റ്റർ ബ്രെയിൻ. ക്ലിയർ? ഞാൻ ഈ പറയുന്ന സംഗതി ചെയ്യാൻ സാധിച്ചാൽ യു ആർ ഇൻ എ മാസ്റ്റർ ബ്രെയിൻ. കാരണം നിങ്ങളുടെ ഒരു 50 ബില്യൺ സെല്ല് നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. റെഡി? വലത് കൈയിൽ ഇങ്ങനെ പിടിക്കൂ, ഇടത് കൈ ഉള്ളിലേക്ക്, 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 ഉള്ളിലേക്ക് പിടിക്കൂ, ഉള്ളിലേക്ക്. റെഡി? ഈ വലത് കൈയിലുള്ള ഓക്കെ ഇടത് കൈയിലേക്ക് വരണം. ഇടത് കൈയിലുള്ള വിക്ടറി, ഇത് വിക്ടറി, വിക്ടറി ഉള്ളിലേക്ക്. ഇത് വലത് കൈയിലേക്ക് വരണം. റെഡി? 1 2 3 4 5 6 7. ചെയ്തു നോക്കിയേ. അടുത്തുള്ള ആൾക്കാർ കാണിച്ചു കൊടുക്കും, അടുത്തുള്ള ആൾക്കാർക്ക്. പക്ഷേ നല്ല ചൂട്, ഭയങ്കര വോയിസ്, ഭയങ്കര പ്രശ്നം, നല്ല ചൂടുണ്ടാവും. നല്ല ചൂടുണ്ടോ? കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഇല്ല. 1 2 3 4. കണ്ണടച്ചിട്ട് ചെയ്തു നോക്കിയാ, കണ്ണടച്ചിട്ട്, കണ്ണടച്ചിട്ട്. എല്ലാവരും കണ്ണടച്ചിട്ട് ചെയ്തു നോക്കൂ, കണ്ണടച്ചിട്ട്, കണ്ണടച്ചിട്ട് ചെയ്തു നോക്കൂ. ഈ സാധനം ബെസ്റ്റാണ്. ഒരു ഫ്ലാപ്പ് ഒന്ന് അടങ്ങാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഞാൻ റൈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വലത് കൈ പൊന്തിക്കുക. റെഡി? റൈറ്റ് അപ്പ്. ലെഫ്റ്റ് അപ്പ് എന്ന് പറഞ്ഞ ഇടത് കൈ. അപ്പ് എന്ന് പറഞ്ഞ രണ്ട് കൈയും. ഡൗൺ എന്ന് പറഞ്ഞാൽ കൈതാക്കുക. റെഡി? റൈറ്റ് അപ്പ്, ലെഫ്റ്റ് അപ്പ്, അപ്പ്, ഡൗൺ, ഹെഡ്, നോസ്, ചീക്ക്, ചിന്ന്. ഇതും കൂടി. റെഡി? റൈറ്റ് അപ്പ്, ലെഫ്റ്റ് അപ്പ്, ഹെഡ്, നോസ്, ചിൻ, ചീക്ക്. ചീക്ക് എവിടെയാ? എവിടെയാ ചീക്ക്? എവിടെയാ? എവിടെയാ ചീക്ക്? ചിൻ. റെഡി? അപ്പ്, ഡൗൺ, ലെഫ്റ്റ് അപ്പ്, right up, cheek, chin, nose, left up, right up, down, up. Very good. ഇനി വലത് കൈ ഇവിടെ വെക്കൂ. വലത് കൈ, വലത് കൈ. ഇടത് കൈ ഇവിടെ വെക്കൂ. നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ വലതു ബ്രെയിനും ഇടതു ബ്രെയിനും ഒരുമിച്ച് പ്രവർത്തിക്കും. റെഡി? വലതും ഇടതും ഒരുമിച്ച് പ്രവർത്തിക്കും. ചില ആൾക്കാരുടെ വലതു ബ്രെയിൻ പ്രവർത്തിക്കും, ചില ആൾക്കാരുടെ ഇടതു ബ്രെയിനാണ് പ്രവർത്തിക്കുക. റെഡി? അവർ രണ്ടും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? റെഡി? ആദ്യം ഇടത് കൈ റൊട്ടേറ്റ് ചെയ്യുക. ഇടത് കൈ ക്ലോക്ക് വൈസ്, ക്ലോക്ക്, ക്ലോക്ക്, ക്ലോക്ക്. ഇടത് കൈ ക്ലോക്ക് വൈസ്, ഇടത് കൈ ക്ലോക്ക് വൈസ്, ക്ലോക്ക്. സ്പീഡ്. വെരി ഗുഡ്.
വലത് കൈ അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ച്. സ്പിൻ, ഗോ, ഹൈ, ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. കിട്ടുന്നുണ്ടോ? വലതും ഇടതും കിട്ടുന്നുണ്ടോ? നോക്കാം. 1 2 3 4 5 6 7. സ്പീഡ്. ഇനി ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. ഇനി വലത് കൈ വെക്കൂ, വലത് കൈ. ഇട തന്നെ നടക്കുന്നില്ല, പിന്നെയല്ല വലത്. വലത് കൈ വെക്കൂ, ക്ലോക്ക് വൈസ്, ക്ലോക്ക് ആൻഡ് ലെഫ്റ്റ്. ഓ, മൊത്തം തടയല. ഇവിടെ രണ്ടും തടയിക്കൊണ്ടിരിക്കുക. ഇവിടെയും തടയിക്കൊണ്ടിരിക്കുക, ഇവിടെയും തടയിക്കൊണ്ടിരിക്കുകയാണോ? റെഡി? ഞാൻ കോക്കനട്ട് എന്ന് പറയും. എന്താ പറയുക? കോക്കനട്ട്. റെഡി? ഞാൻ സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. എല്ലാരും സി, സി, ഓ, സി, ഓ, എൻ. താഴെ താഴെ. യു ടി. പഠിച്ചോ? പറഞ്ഞു കൊടുക്ക്, വേഗം പറഞ്ഞു കൊടുക്ക്. പരസ്പരം ഇരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്ക്, വേഗം. ചൂടറിഞ്ഞില്ല. ചെയ്തോ? സി യു ടി ഒ, സി യു ടി ഒ യു എൻ, യു ടി സി. തിരിച്ച് സി. റെഡി? അടിപൊളി, ഗംഭീരം. ഞാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യം കൈയടിക്കണം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം കൈയടിക്കണം. 3 എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം കൈയടിക്കണം. റെഡിയാണോ? പരസ്പരം പറഞ്ഞു കൊടുത്തേ. ക്ലിയർ ആണോ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക്? 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 2, 3 എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്, സൂപ്പർബ്. 3. കയ്യിന്ന് പോയി. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ലേണിംഗ് എന്ന് പറയുന്നൊരു സംഗതി അറ്റൻഷനിൽ നിന്നേ വരുള്ളൂ. ആണോ അല്ലേ? വിത്തൗട്ട് അറ്റൻഷൻ യു കനോട്ട് ലേൺ എനിത്തിങ്. സോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ്. 2 എന്ന് പറഞ്ഞാൽ, 3 എന്ന് പറഞ്ഞാൽ അടിപൊളി. 3 2 3. 3 2 1 3 2 1 4. അടിപൊളി. 4 ഉണ്ടോ? 3 1 3 2 3. ഞാൻ 1 എന്ന് പറഞ്ഞ ഇങ്ങനെ. എല്ലാവരും കൈവന്തിക്ക്. 1 2 3 4 5. മനസ്സിലായോ? 1 2 3 4 5. പരസ്പരം പഠിപ്പിച്ചു കൊടുക്കും. പെട്ടെന്ന് ഞാൻ ചോദിക്കും. ഇപ്പോ
ഇല്ല. റെഡി 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 റെഡിയാണോ? 3 പൊസിഷൻ 3. കുഴപ്പമില്ല. 5 5 2. അത് പഴയേറ്റു, അത് പഴയേറ്റു. 2. അതല്ല അതല്ല അതല്ല. ദിസ് ഇസ് ദ വൺ. 3 2 3 2 1 5 4 4. അല്ലേ? ആണോ? അല്ലേ? 3 5. ഇതാണോ 5? ഇതല്ലേ 5? 5 ആണോ ഇത്? വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. നൗ നമ്മൾ മുഴുവൻ ആൾക്കാരും സെയിൽസിലാണ്. നമ്മുടെ സെയിൽസ് പല രീതിയിലുള്ള സെയിൽസ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് സെയിൽ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യാം? സെയിൽ ചെയ്യാം. നമ്മളുടെ വീട്ടിലൊക്കെ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളോ ഒക്കെ വിൽക്കാൻ വേണ്ടി വരുന്ന ഡയറക്റ്റ് സെല്ലിംഗ്. രണ്ടാമത്തെ സെയിൽ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ. അതായത് ഏതെങ്കിലും ഒരു ജ്വല്ലറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈലിലേക്ക് കയറി വരുന്ന കസ്റ്റമറിന് കൃത്യമായിട്ട് ആ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുത്ത് സെയിൽ ചെയ്യുന്ന രീതി, അതിന് വിളിക്കുന്ന പേരാണ് ഓൺ ഫ്ലോർ സെല്ലിംഗ്. നമ്മളിപ്പോൾ മൈജിയിലോ അജ്മൽ ബിസ്മിയിലോ കല്യാൺ സിൽക്സിലോ എവിടെയെങ്കിലും നമ്മൾ പോയി അവിടെയുള്ള സെയിൽസുകാരൻ അവിടെയുള്ള സെയിൽസുകാരി നമുക്ക് കൃത്യതയോടുകൂടി പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുത്ത് നമ്മൾ അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചു പോകുന്ന ഓൺ ഫ്ലോർ സെല്ലിംഗ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണ് ടെലി സെയിൽസ്. എന്താണ് ടെലി സെയിൽസ്? എന്താണ് ടെലി സെയിൽസ്? നിങ്ങൾ ചെയ്യണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെലി സെയിൽസ് ആണ്. എന്താണ് ടെലി സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും നേരത്തെ നമുക്കൊരു എൻക്വയറി കിട്ടിക്കഴിഞ്ഞാൽ ആ എൻക്വയറിയിലേക്ക് നമ്മൾ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ ആ വ്യക്തിക്ക് എത്രയും നേരത്തെ ഇൻഫർമേഷൻ കൊടുത്ത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്ത് കൺവിക്ഷൻ ഉണ്ടാക്കി ക്ലോസ് ചെയ്യുന്ന രീതിയാണ് ഏത്? ടെലി സെയിൽസ്. ആണോ അല്ലേ? ആണോ അല്ലേ? ടെലി സെയിൽസ്. അതില് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റാറ്റസ്. ആണോ അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാറ്റസ് ഇടുന്നത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. നമ്മൾ പൊതുവിൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് ഇടുക? ജസ്റ്റ് ഒരു ബ്രോഷർ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യും. ഈ പോസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു റിപ്ലൈ, ആ റിപ്ലൈക്ക് പറയും റെസ്പോൺസ്. എന്താ പറയുക? റെസ്പോൺസ്. ഈ റെസ്പോൺസ് എന്ന് പറയണത് പെട്ടെന്ന് വരാം, വൈകിട്ട് വരാം. ചിലപ്പോൾ ഇന്നിട്ടിരിക്കുന്ന സ്റ്റാറ്റസിൽ നിങ്ങൾ നോക്കും ആരൊക്കെ കണ്ടു. ആണോ അല്ലേ? എത്ര ആൾക്കാർ നോക്കാറുണ്ട്? ആരൊക്കെ കണ്ടു, ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇതും കണ്ടോ? ആണോ? അപ്പൊ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നതിന് 2 കൈൻഡ് ഓഫ്, ഇതൊരു ഫോളോ അപ്പ് ആണ്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫോളോ അപ്പ്. എന്താ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഫോളോ അപ്പ്? നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയിലേക്ക് നമ്മൾ നടത്തുന്ന ഒരു ഇന്റിമേഷനാണ് ഫോളോ അപ്പ്. അതായത് ഒരു ലീഡ് കിട്ടി അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റാറ്റസ് ഇട്ട് ആ സ്റ്റാറ്റസിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എൻക്വയറി, ആ എൻക്വയറിയിൽ നമ്മൾ എന്ത് ചെയ്തു? കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷെ എന്ത് നടന്നിട്ടില്ല? ക്ലോസിംഗ് നടന്നിട്ടില്ല. അപ്പൊ ആ ക്ലോസിംഗ് നടക്കാതിരിക്കുമ്പോ നമ്മൾ വീണ്ടും എന്തിടും? സ്റ്റാറ്റസ് ഇടുവോ? ഇല്ലേ? ഇടുവോ? നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എക്സെപ്റ്റ് ചെയ്തിട്ട് ഇടാറുണ്ടോ? എക്സെപ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഒരു വ്യക്തിയെ നിങ്ങളുടെ പോസ്റ്റർ കാണിക്കണമെങ്കിൽ ആ വ്യക്തിയെ മാത്രം നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇടാറുണ്ടോ? അങ്ങനെ ഇടുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതാണ് ഏറ്റവും വലിയൊരു സംഗതി. ഇതിനെ വിളിക്കുന്ന പേരാണ് വാട്സപ്പ് നർച്ചറിങ്. എന്താ വിളിക്കുക? വാട്സപ്പ് നർച്ചറിങ്. ഒരു വ്യക്തി, നിങ്ങളിപ്പോ ഒരു സ്റ്റാറ്റസ് ഇട്ടു, അപ്പൊ തന്നെ റെസ്പോൺസ് വന്നു. അപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞു ഇതിന് ടോട്ടലി 1800 രൂപയാണ് മാഡം ഈ കോഴ്സിന്റെ പൈസ. ഓക്കെ, പിന്നെ കാണാം എന്ന് പറഞ്ഞു പോയി എന്ന് വിചാരിച്ചോളൂ.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റി അല്ല. ദിസ് ഈസ് നോട്ട് ദ ക്വാളിറ്റി. നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് സെയിൽ കിട്ടുകയുള്ളൂ, ഒരു സംശയവുമില്ല. അപ്പൊ എങ്ങനെയുള്ള ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. നമ്മളുടെ സെയിൽസിൽ 2 രീതിയിലുള്ള ഫോളോ അപ്പ് ഉണ്ട്. നമ്പർ 1, ഡയറക്ട്ലി ഫോളോ അപ്പ് ചെയ്യാം, ഇൻഡയറക്ട്ലി ഫോളോ അപ്പ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ഡയറക്ട്ലി ഫോളോ അപ്പ് ചെയ്യാം, ഇൻഡയറക്ട്ലി ഫോളോ അപ്പ് ചെയ്യാം. ഡയറക്ട്ലി ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വിളിക്കുക, ഇങ്ങനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഇന്ന കോഴ്സിന് വേണ്ടി എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം താല്പര്യമുണ്ടോ? ഇല്ല, ശരി, ഓക്കെ. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90% സെയിൽസുകാരും അവർക്ക് കൃത്യമായിട്ട് കോഴ്സ് സെല് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കാനുള്ള കാരണം അവർ ഇനീഷ്യലി അവർ പറഞ്ഞു ഇപ്പം നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് എൻക്വയറി ചെയ്തതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ പിന്നീട് ഒരു ലെവലിൽ പോലും എന്ത് ചെയ്യണില്ല, ഇൻഡയറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു റെസ്പോൺസ് കിട്ടി, എന്താ ഇപ്പം നോക്കുന്നില്ല, അല്ലെങ്കിൽ അവർ വോയിസ് വിട്ടു, ആ മാം നല്ല കേക്ക് ബേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പഠിച്ചാൽ നല്ലതാണ്, കാരണം ഞാൻ അടുത്ത മാസം ദുബായിലേക്ക് പോകും, ദുബായിൽ പേസ്ട്രിയും കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള ഭയങ്കര പൊട്ടൻഷ്യൽ മാർക്കറ്റാണ്, എന്തായാലും പഠിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ മൈ ഗോഡ് കിട്ടി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വൈകുന്നേരം ഹസ്ബൻഡ് വന്നിട്ട് പറയും എനിക്ക് വല്ല ഇതുണ്ട്, ഇപ്പോ വട്ടുണ്ട്, എനിക്കിപ്പോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, അത് പിന്നെ നോക്കാം. അപ്പൊ ആ ലേഡിയുടെ ഇൻട്രസ്റ്റ് അവിടെ പോയോ ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ എങ്ങനെയാണ് അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുക? ഇതാണ് ചോദ്യം. 90% സെയിൽസുകാരും ആദ്യം ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യാറില്ല. 60% സെയിൽസും സംഭവിക്കുന്നത് 6 ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ 6ഓ 7ഓ പ്രാവശ്യം അവരെ കൃത്യതയോടുകൂടി അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യണമെന്നില്ല. അവരെ മാത്രം കാണിച്ചുകൊണ്ട് 2 മണിക്കൂർ സ്റ്റാറ്റസ് ഇടുക, എന്നിട്ട് സ്റ്റാറ്റസ് വിഡ്രോ ചെയ്യുക. അടുത്ത 2 മണിക്കൂർ വേറൊരു ഇതിന്റെ സ്റ്റാറ്റസ് ഇടുക, അത് വിഡ്രോ ചെയ്യുക. അടുത്തൊരു 2 മണിക്കൂർ വേറൊരു പോസ്റ്റർ ഇടുക, അത് ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലോസ് ചെയ്യേണ്ട വ്യക്തിയുടെ കോണ്ടാക്ട് നമ്പർ അവരുടെ മൊബൈലിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആത്യന്തികമായ ധർമ്മം. നമ്പർ 1, നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണം. നിങ്ങൾക്ക് എൻക്വയറി കൃത്യതയോടുകൂടി നിങ്ങൾക്ക് ആ കോഴ്സിന് എൻറോൾ ചെയ്യണമെങ്കിൽ അവരുടെ നമ്പർ, നിങ്ങളുടെ നമ്പർ അവരുടെ മൊബൈലിലും അവരുടെ നമ്പർ നിങ്ങളുടെ മൊബൈലിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നർച്ചർ ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ നർച്ചറിങ്? എന്താ നർച്ചറിങ്? കിട്ടിയ റിജക്ഷൻ, കിട്ടിയ ഒബ്ജക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ ആളെ കൊണ്ട് വേണം എന്ന ലെവലിലേക്ക് എത്തിക്കാൻ 1, 2, 3, 4, 1 മാസമോ 2 മാസമോ നമ്മൾ അശ്രാന്തം പരിശ്രമിച്ചാൽ അവൾ അഡ്മിഷൻ എടുത്തിരിക്കും. അപ്പൊ 2 രീതിയിലുള്ള ഫോളോ അപ്പ് ആണുള്ളത്. നിങ്ങൾ എഴുതി, നിങ്ങൾക്ക് നോട്ട്സ് ഇല്ല, ദാറ്റ്സ് ഓക്കെ. നമ്പർ 1, കോൾ ചെയ്തിട്ടുള്ള ഫോളോ അപ്പിന് എന്ത് പറയും? ഡയറക്റ്റ് ഫോളോ അപ്പ്. ഇൻഡയറക്റ്റ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ ഇടുന്ന വാട്സപ്പിന്റെ സ്റ്റാറ്റസ്, നമ്പർ 1. നമ്പർ 2, വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗ്. എന്താ നമ്പർ 2? വാട്സപ്പിന് എന്ത് ചെയ്യാം? ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്പർ 2. നമ്പർ 3, വാട്സപ്പ് പോൾ ഇടാം. കേക്ക് ബേക്കിംഗ് ഒരു വലിയ വരുമാനം നേടിത്തരുന്ന തൊഴിലാണ്, ശരിയാണോ എന്ന ചോദ്യം ഇടുക. ചൂരിദാർ സ്റ്റിച്ചിങ്, റെസിൻ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന കോഴ്സാണ് എന്ന് അറിയുമോ? യെസ് ഓർ നോ? വാട്സപ്പ് പോൾ ഇടൂ. യെസ് എന്നൊരാൾ റെസ്പോണ്ട് ചെയ്താൽ അത് നമുക്കുള്ള ലീഡാണ്. അപ്പൊ വാട്സപ്പ് പോൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ചെയ്യേണ്ട കാര്യമാണ്. വാട്സപ്പ് സ്റ്റാറ്റസ് ഇൻഡയറക്റ്റ് ഫോളോ അപ്പ് ആണ്. ഇനി വാട്സപ്പിൽ കൃത്യമായിട്ട് വോയിസ് ഇടണം. അത് എങ്ങനെ വോയിസ് ഇടണം? നിങ്ങൾ മാക്സിമം 50 സെക്കൻഡ് മാത്രമേ വോയിസ് ഇടാൻ വേണ്ടി പാടുള്ളൂ. ഇനി ആ വോയിസ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പോസ്റ്റർ ഷെയർ ചെയ്ത് കൊടുക്കും. അല്ല, ആ പോസ്റ്റർ ഷെയർ ചെയ്തിട്ട് അത് നിങ്ങൾ ടാഗ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? വോയിസ് ഇടണം. ആ പോസ്റ്ററിൽ എന്തു പറഞ്ഞു, അതിന്റെ ബെനിഫിറ്റ്, 2 കാര്യങ്ങളുണ്ട്. പെയിൻ, ഗെയിൻ. എന്താ പെയിൻ, ഗെയിൻ? ഈ കോഴ്സ് എടുക്കാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് വരുന്ന നഷ്ടങ്ങളും ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഗുണങ്ങളും. ഇങ്ങനെ പെയിൻ, ഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ആ വാട്സപ്പിന്റെ പോസ്റ്ററിന്റെ കൂടെ വാട്സപ്പിൽ നമ്മൾ വോയിസ് റിമാർക്ക് ചെയ്തിടണം. വളരെ ഇമ്പോർട്ടൻ്റാ. ഇനി വെറുതെ റിമാർക്ക് ചെയ്തിടാൻ വേണ്ടി പാടില്ല. അതിന്റെ അടിയിൽ എഴുതണം ജോലി സാധ്യത എന്ന് മാത്രം.
വേറെ ഒന്നും എഴുതാൻ വേണ്ടി പാടില്ല. ജോബ് സ്കോപ്പ് എന്തിന്റെ മേലെ ആ വോയിസ് ടാഗ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിളിച്ച് ശല്യം ചെയ്യണ്ട, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കണ്ട. അവര് പോലും നിങ്ങളുമായി കണക്റ്റഡ് അല്ലാതെ വാട്സപ്പ് പോള് കാണുന്നു, വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നു, വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് കാണുന്നു. ഇനി നിങ്ങൾക്ക് ബിസിനസ് വാട്സപ്പ് ഉണ്ടെങ്കിൽ ലാബിൽ ചെയ്തിടാം, പ്രൊഫൈൽ ചെയ്തിടാം, നിങ്ങളുടെ ബ്രോഷേഴ്സിന്റെ കാറ്റലോഗ്സ് ഇടാം, നിങ്ങളുടെ കേക്ക് ബേക്കിങ്ങിന്റെയും ജ്വല്ലറി മേക്കിങ്ങിന്റെയും റെസിൻ മേക്കിങ്ങിന്റെയും ചുരിദാർ സ്റ്റിച്ചിങ്ങിന്റെയും നിങ്ങളുടെ ഒരുപാട് കോഴ്സുകളുടെ കൃത്യതയാർന്ന 25ഓളം ബ്രോഷേഴ്സ് നിങ്ങൾക്ക് എന്തിലിടാം, ബിസിനസ് വാട്സപ്പിലിടാം. കാരണം വാട്സപ്പാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് റേറ്റും, വാട്സപ്പിലാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് റേറ്റും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നിമിഷ നേരം കൊണ്ട് ചെക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് വാട്സപ്പ്. വാട്സപ്പ് ഈസ് വൺ ഓഫ് ദ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം. അത് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്താണ്, ഇപ്പൊ ഒരു എൻക്വയറി വന്നു, ആ എൻക്വയറി വന്നു, ഇപ്പൊ നിങ്ങളൊരു പോസ്റ്റർ ഇട്ടു, ആ പോസ്റ്റർ ഇട്ടിട്ട് നിങ്ങൾക്കൊരു എൻക്വയറി വന്നു. ആ എൻക്വയറിയിലുള്ള റെസ്പോൺസ് ടൈമും റെസ്പോൺസ് ക്ലാരിറ്റി RT/RC ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് RT? നിങ്ങൾ ഏറ്റവും നേരത്തെ അതിന് റെസ്പോണ്ട് ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു വാട്സപ്പിൽ അവരെന്ത് ടാഗ് ചെയ്തിട്ട് ഇതിന് എത്രയാണ് ഫീസ് എന്ന് ചോദിച്ചു, നിങ്ങൾ അതിന് ഉച്ചയ്ക്ക് ശേഷമാണ് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ സെയിൽ പോയി. ഇനി അതുമാത്രമല്ല, നിങ്ങൾ മറുപടി കൊടുക്കാൻ ഞാൻ ടീം ലീഡറോട് ചോദിക്കട്ടെ, കോർഡിനേറ്ററോട് ചോദിക്കട്ടെ, പ്രൊമോട്ടറോട് ചോദിക്കട്ടെ, ഹോം അക്കാഡമിക് ഹെഡിനോട് ചോദിക്കട്ടെ, യു കിൽഡ്. നിങ്ങൾ എത്രത്തോളം പ്രൊഡക്റ്റ് നോളജ് ഉണ്ടോ? കാരണം 60% പ്രൊഡക്റ്റ് നോളജും 40% സെയിൽസിന്റെ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാം. 60% പ്രൊഡക്റ്റ് നോളജാ പറയണത്, 40% കഴിവ്. എന്തൊക്കെ കഴിവ്? സംസാരിക്കാനുള്ള കഴിവ്, ചാറ്റ് ചെയ്യാനുള്ള കഴിവ്, ഷെയർ ചെയ്യാനുള്ള കഴിവ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി റീൽ ഡയറക്ട്ലി ഷെയർ ചെയ്യാം, ഫേസ്ബുക്കിൽ പോയിട്ട് ഷോർട്സ് ഡയറക്ട്ലി ഷെയർ ചെയ്യാം, യൂട്യൂബിൽ പോയിട്ട് ഷോർട്സ് ഡയറക്ട്ലി ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയുന്നുണ്ടോ? എങ്ങനെ? വെറുതെ ചാറ്റിംഗ് അല്ല, ഞാൻ പറഞ്ഞതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസും വാട്സപ്പ് പോളും വാട്സപ്പ് ബ്രോഡ്കാസ്റ്റും ബിസിനസ് വാട്സപ്പിന്റെ പ്രൊഫൈലിങ്ങും നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ 80% വാട്സപ്പിൽ അഗ്രഗണ്യായി. നിങ്ങൾക്കറിയാം. അപ്പൊ 40% നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എന്താണ്? നിങ്ങൾക്ക് എത്രത്തോളം അവരുമായി കൺവിക്ഷൻ, നിങ്ങളിലൊരു വിശ്വാസം വരണം. ഞാൻ താങ്കളെ വാങ്ങിക്കുമ്പോൾ മാത്രമേ സ്വീസ് അക്കാഡമി വാങ്ങിക്കുന്നുള്ളൂ, സ്വീസ് അക്കാഡമി വാങ്ങിക്കുമ്പോൾ മാത്രമേ താങ്കളുടെ കേക്ക് ബേക്കിങ്ങിന്റെ കോഴ്സ് ഞാൻ വാങ്ങിക്കുകയുള്ളൂ. ഞാൻ ആദ്യം ഇഷ്ടപ്പെടേണ്ടത് താങ്കളെയാണ്. അപ്പൊ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടാൻ എന്ത് വേണം? പ്രൊഡക്റ്റ് നോളജ്. നിങ്ങൾ ഈ 70 കോഴ്സിനെ കുറിച്ച് ഇവിടെ നിർത്താതെ വന്ന് അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ ലോങ് ടേം ഇമ്പാക്ട്, അതിന്റെ ജോലി സാധ്യതകൾ, അത് പഠിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ്. കാരണം ഇറ്റ്സ് എ ഡിജിറ്റൽ വൊക്കേഷണൽ പ്ലാറ്റ്ഫോം. നിങ്ങൾ വരണ്ട, ഇറ്റ്സ് എ ഹൈബ്രിഡ്. ഓൺലൈനിലും ഓഫ്ലൈനിലും പഠിക്കാം, സമയം സേവ് ചെയ്യാം. 1 മാസം നിങ്ങൾ കോഴ്സ് എടുക്കാത്തതിനുള്ള ഫലം 1 മാസത്തെ വരുമാനമാണ് എന്ന് നമുക്ക് അവരോട് പറയാൻ സാധിക്കണം. ഒരു കോഴ്സിന്റെ ബെനിഫിറ്റ് എന്താണ്? ഇറ്റ്സ് എ ലൈഫ് സ്കിൽ. എന്താണ് ഇറ്റ്സ് എ ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ ലൈഫ് സ്പാൻ ഇൻകം ജനറേറ്റിംഗ് സ്കിൽ. നിങ്ങൾ ഇപ്പൊ സ്വീസ് അക്കാഡമി പഠിപ്പിക്കുന്ന മുഴുവൻ കോഴ്സും ലൈഫ് ലോങ് ഇൻകം ജനറേറ്റിംഗ് സ്കിൽ എന്നാണ് നമ്മൾ വിളിക്കുക. എന്താ പറയുക? മരണം വരെ. ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, മറക്കില്ല. ഞാൻ സ്വിമ്മിങ് പഠിച്ചു, മറക്കില്ല. എഴുത്ത് പഠിച്ചു, മറക്കില്ല. അപ്പൊ നമ്മൾ റിപ്പീറ്റേഷൻ പ്രാക്ടീസ് മേക്ക് എ പേഴ്സൺ പെർഫെക്റ്റ്. ഏത് പേഴ്സണും റിപ്പീറ്റേഷൻ ചെയ്യണം. ഞാനിപ്പോ നേരത്തെ സംസാരിക്കും, എന്റെ തൊണ്ടയടറി, എന്റെ തൊണ്ട പോയി. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം. ദൈവം വിചാരിച്ചു ഇവന്റെ തൊണ്ട കുറച്ച് പണി കൊടുക്കാം. എന്ത് ചെയ്യാൻ സാധിക്കും? ഇടിമിന്നൽ വന്നു, എന്ത് ചെയ്യും? വൃശ്ചികത്തിന് മഴ പെയ്തു, എന്ത് ചെയ്യും? നമ്മൾ ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു പോകാൻ ചങ്കുറപ്പും മനസ്സുറപ്പുമുള്ള ആൾക്കാരായിരിക്കണം സെയിൽസിലേക്ക് വരേണ്ട ആൾക്കാർ. കാരണം 10 ആൾക്കാരെ കോണ്ടാക്ട് ചെയ്താൽ 10 ആൾക്കാർ, നിങ്ങൾ ഇത് കണക്കിലെടുത്തോളൂ. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് സെയിൽസ് ആവറേജ്. 50 ആൾക്കാരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ 40 ആൾക്കാർ പറയും ഇപ്പം നോക്കുന്നില്ല.
10 ആൾക്കാർ പറയും താല്പര്യമുണ്ട്, അതിൽ വീണ്ടും വീണ്ടും നിങ്ങൾ അതിന്റെ മേലെ വർക്കൗട്ട് ചെയ്താൽ 6 ആൾക്കാർ പറയും ഉറപ്പായിട്ടും എടുക്കണം. 4 ആൾക്കാർ പിന്നെയും അവിടെ നിൽക്കും. ആ 6 ആൾക്കാരിൽ 3 ആൾക്കാർ പറയും ഭർത്താവിനോട് ചോദിക്കണം, അടുത്ത 3 ആൾക്കാർ പറയും ഞാൻ ജോയിൻ ചെയ്യാം. അപ്പൊ 50 ആൾക്കാർക്ക് പണിയെടുത്താൽ മാത്രമേ നമുക്ക് 3 ആൾക്കാരെ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിന് വിളിക്കുന്ന പേരാണ് ലോ ഓഫ് സെയിൽസ് ആവറേജ്. ഇനി അതുമാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കമ്പനിയുടെ നട്ടല് എന്ന് പറയുന്നത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. എവിടെയും ചങ്ക് ഉറപ്പോടുകൂടി നെഞ്ചു വിരിച്ച് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു നേതൃത്വമുണ്ട് ഈ കമ്പനിക്ക്. പല കമ്പനികളും അട്രാക്ട് ചെയ്യും, പല കമ്പനി കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ പല കമ്പനികളിലും വർക്ക് ചെയ്യുമ്പോൾ പറയും, ഓ അവിടെ നല്ലത് അക്കര പച്ച. ഈ അക്കര പച്ചയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യു കനോട്ട് ബിക്കം എ മാസ്റ്റർ സെയിൽസ് പേഴ്സൺ. ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നല്ല രസമായിരിക്കും. ഈ ഗൾഫിൽ പോകുന്ന ആൾക്കാർ ഗൾഫിൽ ദുബായ് 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 എന്ന് പറഞ്ഞു പോകും. ദുബായ് എത്തുമ്പോൾ പറയും എൻ്റെ നാട്, എൻ്റെ വീട്, എനിക്കൊന്നും ഉമ്മേനെ കണ്ടാൽ മതി. ഇവിടെ ഉണ്ടാകുമ്പോൾ ഉമ്മേന്റെ മുഖത്ത് പോലും നോക്കൂല. എന്നാൽ ഗൾഫ് പോകുമ്പോൾ എന്താണ്, എനിക്ക് ഇങ്ങോട്ടേക്ക് വരണം. ഇത് തന്നെയാണ് പല കമ്പനിയിലും നടക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പ്രൂവ് ചെയ്യണം, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ഉണ്ടാക്കണം. ഇവിടെ നിന്നുകൊണ്ട് കമ്പനിക്ക് പ്രൂവ് ചെയ്ത് അവിടെ ഇരിക്കുന്ന ഹോം അക്കാഡമിക്ക് ഹെഡായി മാറാൻ സാധിക്കണം. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു സംഗതിയും സെയിൽസിലില്ല. ഒരൊറ്റൊരു കാര്യം മാത്രമേ നമുക്ക് വേണ്ടൂ, നമുക്ക് കിട്ടുന്ന ലീഡ്സിന് ഏറ്റവും നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ 2ാമത് ആൾക്കാരോട് ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു എക്സ്പേർട്ട് അല്ല. ഇപ്പോ നമ്മുടെ ഇവിടെയുള്ള മെന്റലിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് താഹിർ. അദ്ദേഹം അവിടുന്ന് ഒരു മെന്റലിസം ചെയ്യുമ്പോൾ അവിടുന്ന് അദ്ദേഹം പറയാണ്, അയ്യോ ഞാനിത് എനിക്ക് ക്ലിയർ അല്ല, ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് വിശ്വാസത പോയോ ഇല്ലേ? പോയില്ലേ? പോയി. അപ്പൊ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, നിങ്ങൾ കൊടുക്ക ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ഗ്രേറ്റ് ഇംപ്രഷൻ. ഒരാളൊരു എൻക്വയറി വന്നു, നിങ്ങളൊരു പോസ്റ്റർ ഇട്ടു, പോസ്റ്ററിന് എൻക്വയറി വന്നു. ആ എൻക്വയറിക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന് കൃത്യതയാർന്ന കോഴ്സിന്റെ നോളജ് കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾ ഒരാളോട് ചോദിക്കാമെന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് പോയി. ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഓൺ ടൈമിൽ മറുപടി കൊടുക്കണം, കൃത്യതയാർന്ന രീതിയിൽ മറുപടി കൊടുക്കണം. ലാസ്റ്റ് ക്ലോസിംഗ്. എത്ര എഫേർട്ട് ഇട്ടു എന്നുള്ളത് സെയിൽസിൽ നോക്കില്ല. നമ്മൾ എത്ര ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു, സാർ ഇഷ്ടംപോലെ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിജക്ഷൻ കിട്ടും, ഒബ്ജക്ഷൻ കിട്ടും. ചില ആൾക്കാർ ഇപ്പം പൈസ ഇടാന്ന് പറയും, കാണുകയില്ല, ഒരൊറ്റ പോക്കാണ്. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഓ ഇന്ന് പൈസ ഇടാന്ന് പറഞ്ഞു, ഇട്ടിട്ടില്ല. ഇന്ന് രാവിലെ വന്ന എൻക്വയറി ഇപ്പൊ ഗൂഗിൾ പേ ചെയ്തു. ഇന്ന് രാവിലെ വന്ന എൻക്വയറി ഇപ്പൊ ഗൂഗിൾ പേ ചെയ്തു. കഴിഞ്ഞ 10 ദിവസമായി പൈസ ഇടാന്ന് പറഞ്ഞ വ്യക്തി പൈസ ഇട്ടിട്ടില്ല. ഇതാണ് സെയിൽസ്. നിങ്ങൾ ആ 2 ആൾക്കാർ നോക്കി നിൽക്കാൻ വേണ്ടി പാടില്ല. മാക്സിമം സ്പ്രെഡിങ്, മാക്സിമം കോഴ്സ് ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക, മാക്സിമം നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുക, മാക്സിമം പ്രൊഡക്റ്റ് നോളജ് ഉപയോഗിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായി മാറും, യു വിൽ ബി ദ മാസ്റ്റർ സെയിൽസ് പേഴ്സൺ. ഈസ് ഇറ്റ് ക്ലിയർ? റെഡിയാണോ? അപ്പൊ സെയിൽസ് മുഴുവൻ ആൾക്കാരും ചെയ്ത് അടുത്ത പ്രാവശ്യം ഹാരിസ് സാറിനോട് ചോദിക്കുമ്പോ എവറി പീപ്പിൾ ആർ ഡൂയിങ് ഫാന്റാസ്റ്റിക്കലി എന്ന് പറയുന്ന ലെവലിലേക്ക് വരണം. വരുവോ ഇല്ലേ? വരുവോ? നല്ല ക്ഷമ, നല്ല നോളജ്, അശ്രാന്ത പരിശ്രമം, മടുക്കാത്ത മനസ്സ് ഉണ്ടെങ്കിൽ ഈ പണി പറ്റുള്ളൂ. സെയിൽസ് കറങ്ങുന്ന കസേരയിൽ ഇരുന്നിട്ട് ചെയ്യുന്നതെല്ലാം അസുഖം വരുത്തിക്കുന്ന ജോലിയാണ്. എന്നാൽ സെയിൽസ് അങ്ങനെയല്ല. ഇരുന്നിട്ടും നടന്നിട്ടും ടെൻഷൻ വേണം ജീവിതത്തിൽ. ഈ മാസം എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കണം എന്നുള്ള ടെൻഷനാണ്. എനിക്ക് 3 ബിസിനസ് ഉണ്ട്. ഈ 3 ബിസിനസ് ഒരു മാസം റൺ ചെയ്യാൻ സ്റ്റാഫിന്റെ സാലറി, ബിൽഡിംഗ് റെന്റ്, ഇലക്ട്രിസിറ്റി, ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കണോ? ഞാൻ പ്രവർത്തിക്കണം. കർമ്മയോഗി, യു മസ്റ്റ് ബി എ കർമ്മജി. മാക്സിമം പ്രവർത്തിക്കുക, ദൈവം അനുഗ്രഹിക്കും. നമ്മൾ പള്ളിയിലോ അമ്പലത്തിൽ പോയി സാഷ്ടാംഗം പ്രണമിക്കും കൃഷ്ണന്റെ മുമ്പിൽ. നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കും, 5 നേരം നിസ്കരിക്കും സുബഹി മുതൽ. പള്ളിയിൽ പോയിട്ട് കുർബാന കൂടും. അപ്പം ദൈവം പറയും, ഹലോ പോയി പണിയെടുക്കാതെ. കാരണം പണിയെടുക്കണം. ഉറുമ്പ് പോലും രാവിലെ എഴുന്നേറ്റ് എന്താ ചെയ്യണത്? കർമ്മം, പ്രവൃത്തി. അപ്പൊ എന്ത് ചെയ്യണം? കൃത്യമായി പ്രവർത്തിച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ഒരാളായി മാറും. റെഡി? ആർ യു റെഡി? അപ്പൊ എ ആൻഡ് ദ ബി, ഇത് പവർ വരണേ. സി, വൺ മോർ ടൈം, ഒറ്റ പവറിൽ വരണം, നല്ല പവറിൽ വരണം. റെഡി? എ
And the B. C. അടിപൊളി. ഇങ്ങനെ വരണം. യെസ്. ഇങ്ങനെ അടിക്കണം. യെസ്. ഏ. പവർ വരട്ടെ. സ്ത്രീകളുടെ ശബ്ദം ഉയരണം. ഏ. ഇനി സാറ് പറഞ്ഞോണ്ട് വീട്ടിൽ പോയിട്ട് ഒച്ചപ്പാടാക്കാനല്ല കേട്ടോ. ഏ. And the B. C. കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. സോ വളരെയധികം സന്തോഷം. ചെറിയൊരു സമയം തൊണ്ട പണി തന്നു, പിന്നെ കുഴപ്പമില്ല, ദൈവഭാഗ്യം കൊണ്ട് തിരിച്ചു വന്നു. എന്തായാലും വളരെ വളരെ സന്തോഷം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ചിലപ്പോൾ ഒരു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് പൊതുവിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ പൊതുവിൽ വരാറുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ദൈവാനുഗ്രഹം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി സാധിച്ചു. വീണ്ടും കാണാം. So wish you an enduring, enriching, entertaining personal, professional life. Signing off today, Dr. Shaiju Marar. Thank you. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഒന്ന്, ഇനി കമൻ്റ് ഒന്നും വായിക്കണ്ട. ആൾക്കാർക്ക് പലതും പറയാനുണ്ട്, അവർ പറഞ്ഞോട്ടെ. ക്ലിയർ? അപ്പം നിങ്ങൾക്ക് എടുക്കേണ്ടത് നിങ്ങൾ എടുക്കുക. കാരണം ഞാനൊരു ഹാർഡ് കോർ സെയിൽസ് പേഴ്സൺ ആണ്. പ്രഷറും ടെൻഷനും നല്ല പോലെ എടുക്കാൻ അറിഞ്ഞ ആളാണ്. അപ്പം ഇനി തളരില്ല, കഴുത്തു പോയാലും തളരില്ല. അങ്ങനെ ശക്തമായിരിക്കണം. നോക്കൂ, ഷീസ് ഹോൾഡിങ് what is camera? That's a power. Ready? That's a power. Wife and husband, that's a power, madam. Celebrity videographer. അടിപൊളി. സൂപ്പർ, ഗ്രേറ്റ്. ഇങ്ങനെ ആയിരിക്കണം. ഇവരെ വിളിക്കുന്നവരാണ് കോപ്രണേഴ്സ്. ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. എങ്കിലേ ഒരു ജീവിതം മുന്നോട്ടേക്ക് നീങ്ങുള്ളൂ. റെഡി? താങ്ക് യു വെരി മച്ച്. എക്സ്ക്യൂസ് മീ. അപ്പോൾ എന്തായാലും അതിനിടയിൽ കുറച്ച് ആളുകളൊക്കെ വളരെ ദൂരമുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോറി ഫോർ ദാറ്റ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിന് ഇടയ്ക്ക് വന്നതിന് സംസാരിച്ചില്ല. ഐ എം സോറി. എന്തായാലും ഗംഭീരമായിട്ടുള്ള കയ്യടി നമ്മൾ കൊടുക്കും. കാരണം വളരെ കുറച്ച് സമയത്തിന് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ നമുക്ക് സമ്മാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഷൈജു സാറിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാർ പേപ്പറില്ല എന്ന് പറഞ്ഞ സമയത്തേ അവിടെ ഇരിക്കുന്ന എനിക്ക് ഒരാൾ റെക്കോർഡ് ചെയ്യുന്നത്, വോയിസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ. സാറ് പറയുന്ന ക്ലാസ്സുകൾ എഴുതിയെടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ഒരുപാട് ആളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഗംഭീരമായിട്ട് നമുക്ക് സ്വീസിൻ്റെ ഒരു അപ്രീസിയേഷൻ. എല്ലാവരും എഴുന്നേൽക്കാൻ പറ്റുമോ? ഒന്ന് എഴുന്നേറ്റെടുക്കാൻ പറ്റുമോ? റൈറ്റ്. ഓക്കെ, എല്ലാവർക്കും ഒരുമിച്ച് പറയാലോ. ഒന്ന് ക്ലാപ്പ് ചെയ്യാം നമുക്ക്. റൈറ്റ്? യെസ്. താങ്ക് യു വെരി മച്ച് സാർ. ഞങ്ങളുടെ ചെറിയ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്ന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഒരു 2 ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു പ്രസൻസിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ കഴിയും. ഇഫ് യു ഡോണ്ട് മൈൻഡ്, 2 ആളുകൾ പ്ലീസ്. 2 ആൾ വരാൻ പറ്റുമോ? എനിവൺ? യാ പ്ലീസ്. ആദ്യം തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം കുറേ മെത്തേഡുകൾ പറഞ്ഞു തന്ന്, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത്. കുറേ വാട്സപ്പിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കുറേ കാലമായിട്ട് ചെയ്യുന്നതാണ്, പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് സന്തോഷം. അത് തന്നെയാണ്. താങ്ക് യു. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ആരെങ്കിലും ഒരാൾ ഒരാളോട് വാ. ദിസ് സൈഡ് ഒരാളും കൂടി. ഓക്കെ പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു വിചാരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ കുറേ ആയില്ലേ പ്രൊമോട്ടിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഞങ്ങൾ ഹോം അക്കാദമി ഹെഡുകാരാണെങ്കിൽ പോലും ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ 0 വന്ന ആൾക്കാരാണ്. പക്ഷെ സാറ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്കും അറിയില്ല. അപ്പോൾ റൂബി മിസ് പറഞ്ഞ പോലെ വാട്സപ്പ് ഡെയിലി നമ്മൾ പ്രൊമോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് വാട്സപ്പ്. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ നല്ലൊരു ക്ലാസ്സാണ് കിട്ടിയത്. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എല്ലാവരും അഡ്മിഷൻ നല്ലോണം അച്ചീവ് ചെയ്യുക. നല്ല മെത്തേഡാണ്. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം. ഷൈജു സാർ വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ടുള്ള സ്വീസിൻ്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇന്ന് ഈ ഒരു ചരിത്രമുറങ്ങുന്ന തിരുവിലെത്തി ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. നമുക്കറിയാം സാറിൻ്റെ ക്ലാസ്സിൻ്റെ ശബ്ദമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും പ്രശ്നമായപ്പോൾ പോലും
അത് നിർത്താതെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് വേണ്ടി വന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ്, അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. സോ വൺസ് അഗൈൻ താങ്ക് യു. ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ട ഒരു മനുഷ്യനെ അടുത്ത് ചേർത്ത് പിടിക്കാൻ കഴിയും, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഇൻവിറ്റേഷൻ, അക്സെപ്റ്റ് ചെയ്ത് ഒരുപാട് സന്തോഷം. ബൈ. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ബ്രേക്ക്